ഒരുപാട് താഴത്തിൽ കുടിയെടുക്കുന്നത് വേണ്ട. എന്ത് വെട്ടാൻ വയ്യേ? എടി എത്ര തെങ്ങിന് തട എടുത്തിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ബഹളം തുടങ്ങി. പഴംപുരാണം പറയണ്ട, കുഴിക്കാൻ നോക്കും. അച്ഛാ, ഇതാ മുൻവശത്ത് ഇറങ്ങി വരുന്ന ലോണില്ലേ, അവിടെ വെച്ചാ മതിയായിരുന്നു. അവിടെ ഒന്നും വേണ്ട, ഇവിടെ മതി. നമ്മുടെ ബോക്സറേ ഇന്ന് എന്തോന്നോ മത്സരം ഉണ്ടെന്ന് പറഞ്ഞ് പോയിരിക്കാണ്. 5-6 പിള്ളേരെയൊക്കെ ഇടിച്ച് പഞ്ഞിക്കിടണമെന്നോ അങ്ങനെ എന്തോന്നോ പറഞ്ഞിട്ട് പോണ കേട്ട്. എടി അവള് മിടിക്കുകയാണ്, നീ നോക്കിക്കോ, അവള് സ്റ്റേറ്റ് വിന്നറാവും. അവളുടെ ഇടിക്കൊക്കെ ഒരു പ്രത്യേക പവറാണ്. അത് അച്ഛന് നന്നായിട്ട് അറിയാം. അന്ന് അവളുമായിട്ട് സ്പാർക്കിന് പോയിട്ടേ ഇടി കിട്ടി അൺകോൺഷ്യസ് ആയി വീണതൊക്കെ ഓർമ്മയുണ്ടോ? ഓഹോ, ഓർമ്മയുണ്ട്. അതിനുശേഷം തലവേദന ഇതുവരെ മാറിയിട്ടില്ല. നന്നേ. പെണ്ണിനെ ഭയങ്കര കൈത്തരിപ്പാണ്. ഒരു ദിവസം ഞാൻ നല്ല വൃത്തിയായിട്ട് കൊടുത്തു. ഞാനും മതി മതി നിർത്ത് മണി. നമുക്കേ ഇവിടെ കുറച്ച് ഏത്തം വാഴ വെക്കണം. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് മണിക്കുട്ടൻ ചേട്ടൻ വരുമ്പോഴേ വാഴക്കന്ന് കൊണ്ടുവരാൻ പറയാം. അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഇവിടെ അത്യാവശ്യത്തിന്റെ ചെടിയുണ്ട്. ഇതെല്ലാം കൂടെ നട്ടു കഴിഞ്ഞാലേ ഇതൊരു കാട് പോലെ ആവും. എന്തായാലും അവിടെ വലിയ നാരകം നിക്കണില്ലേ, അതിന്റെ തൈ കൊണ്ടുവന്നേ പറ്റുള്ളൂ എനിക്ക്. കയ്പ നാരകം അച്ചാറിടാൻ ബെസ്റ്റാണ്. മതിയടി, ഇത്രയൊക്കെ കുഴിഞ്ഞാ പോരെ. ഇത് കോട്ടക്കുളം തന്നെ. എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി, ഇതെന്താ ആലിമോമ്മയുടെ പുറത്ത് കണ്ട പരിചയം പോലെ കാണിക്കാത്തത്? ചേച്ചി, ഇത് മാസ്ക് ഒക്കെ വെച്ച്. ഡസ്റ്റ് അലർജി ഉണ്ട് മോളെ. എടീ, മത്സരം കഴിഞ്ഞാ? ജയിച്ചാ? മോളെ, നമ്മളിവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ പോവാണ്. വാ, മോളും കൂടെ വാ. ഞാൻ ടയേർഡാണ്, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അയ്യോ, ഇനി എന്തൊക്കെ തള്ളു കേൾക്കണമെന്തോ. എന്നെ അങ്ങനെ ഇടിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഇടിച്ച് എന്റെ കൂടെ ആർക്കും 2 റൗണ്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ജയിച്ചപ്പോ എല്ലാരും കൂടെ എന്നെ എടുത്ത് പൊക്കി 3 റൗണ്ട് റിങ്ങിന് ചുറ്റും ഓടി. ഓ, ഇതൊക്കെ കേൾക്കാൻ ഇനി എന്റെ ജീവിതം ബാക്കി. വല്ലതും തിരിച്ചു പറയാൻ പറ്റുമോ? അവൾ ഇടിച്ച് സൂപ്പാക്കൂലേ? എന്തൊക്കെ കേൾക്കണം എന്റെ ദൈവമേ. ഈ കുരിശിന്ന് എനിക്കൊരു മോചനം തരണ എന്റെ ഈശ്വരാ. ഡേയ്, നീ കൂടുതലൊന്നും പറയല്ലേ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവള് രാവിലെ ഓടാനും പോയി, ജിമ്മിൽ പരിശീലനവും കൊടുത്ത് ബോക്സിനൊക്കെ പോണ്ട്. മിടുക്കിയാണ്. ഛേ മണി, നീ ഈ കൊച്ചിനെ അങ്ങനെ ചെറുതാക്കല്ലേ. ഒരു ഫുൾ ചിക്കൻ പൊരിച്ച് അവളുടെ മുമ്പ് കൊണ്ട് വെച്ചു കൊടുക്കും. അവള് 2 മിനിറ്റ് കൊണ്ട് തീർത്തു തരും. ഈ വീട്ടിൽ വേറെ ആർക്കെങ്കിലും അതിനെ കൊണ്ട് പറ്റുമോ? അല്ലേ മക്കളെ? എന്തോന്ന് വെച്ചാ ഞാൻ പോണ്. ഇവിടെ വന്നിരുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ല. ആഹാ, ഫ്രഷ് ആവണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കണല്ലേ? ചേച്ചി, ചേച്ചി, എന്തോന്ന് വെച്ചേ? എണീക്ക് ചേച്ചി. എന്തോന്ന് ഇങ്ങനെ വേർപ്പോടൊക്കെ വന്ന് കിടക്കണ? ചേച്ചി എണീര്. എന്തോന്ന് മര്യാദക്ക് കിടക്കാനും സമ്മതിക്കൂല. ചേച്ചി, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറ. ചേച്ചി, എണീച്ച് കുളി. ചേച്ചി, എന്ന് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ? എന്ന് കോമ്പറ്റീഷൻ എന്ന്? ഓ, അസോസിയേഷൻ ഡേറ്റ് പറയും. ചേച്ചി പക്ഷെ അടുത്ത മാസമാണെന്ന് പറഞ്ഞല്ല. ഓ, ഈ പെണ്ണ് എന്താ എന്നെ കിടക്കാനും സമ്മതിക്കൂല. ഒന്ന് പോച്ചേ. എന്തോന്ന് ചേച്ചി? ഹലോ, എത്തി. ഓ, മനസ്സിലായി. ഓ, ശരി. ആ ചേച്ചി വിളിച്ചേ? ഓ, നിനക്ക് എന്തൊക്കെ അറിയണം കൊച്ചേ? എന്തോന്ന് ചേച്ചി? എന്തോന്നാണ്? ഭയങ്കര ജാട. ഹലോ, ഞാൻ ഇപ്പൊ വരാം. എനിക്കൊന്ന് ഫ്രഷ് ആവണം. ശരി. ഞാൻ ഒന്ന് കുളിക്കട്ടെ. ദൈവമേ, കല്ലിയങ്കാട്ട് നീലി തന്നെ. കല്ലിയങ്കാട്ടല്ലടി, കള്ളിയങ്കാട്ട്. ഓ, ഇനി അത് തിരുത്താം. വാ. അവളൊക്കെ ഇത്ര ദേഷ്യം. നീ ചൊല്ലുണ്ടല്ലോ ചെന്നാ? ഞാനാ ചൊറിഞ്ഞോണ്ടാ? റിങ്കി, എന്തമ്മ? നീ രാവിലെ ഒന്നും കഴിക്കാതെ പോയതല്ലേ? കുളിച്ചിട്ട് പെട്ടെന്ന് വാ. അമ്മ ഇഡ്ലി സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു. വരാം. അതുപോലെ രാവിലത്തെ മുട്ടയും പോലെ അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് പോ അമ്മേ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? കൊല്ലാൻ വിളിച്ചാലും കിയോ, വളർത്താൻ വിളിച്ചാലും കിയോ. ഇത് എന്തോന്ന്? എന്നെ ഒന്ന് വളർത്താൻ വിളിയമ്മ. ഞാൻ കിയോ എന്ന് വിളിക്കാതെ വരാം.
നിന്നെ ഞാൻ വളർത്തണുണ്ട്. അയ്യോ അങ്ങനൊന്നും പറഞ്ഞൂടാ. ഒന്ന് പോവണ്ണേ. ചേച്ചി ചേച്ചി പെട്ടെന്ന് ഇറങ്ങി വന്നാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. റൂം അടച്ചിട്ട് ഇറങ്ങി പോ ഒച്ചേ. മൂടത്ര ശരിയല്ല. അകലം പാലിക്കുന്നതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ പോണേ. ഉരുളയ്ക്ക് പേര്